നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ മിന്നി. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ 420 യെന്നിലേക്ക് കയറി. ഏപ്രിൽ അവസാനം ഇതേ കോളത്തിൽ സൂചന നൽകിയതാണ് ഉൽപ്പാദക രാജ്യങ്ങളിലെ ചരക്ക് ക്ഷാമം വിലയിരുത്തിയാൽ 424 യെന്നിലേക്ക് റബ്ബർ സഞ്ചരിക്കുമെന്ന കാര്യം. പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലൻഡിൽ ടാപ്പിംഗ് സ്തംഭിച്ചു. കേരളത്തിൽ 4ാം ഗ്രേഡ് 260 രൂപയുടെ തിളക്കത്തിലാണ്. റബ്ബർ ശക്തമായ നിലയിൽ. ഏഷ്യൻ രാജ്യങ്ങളിൽ റബ്ബർ ശക്തമായ നില തുടരുന്നു. മുൻനിര റബ്ബർ ഉൽപ്പാദക കയറ്റുമതി രാജ്യമായ തായ്ലൻഡിൽ കനത്ത മഴ മൂലം ടാപ്പിംഗിൽ നിന്നത് വിപണിയിൽ ഷീറ്റിന് ഡിമാൻഡ് കൂടി. കയറ്റുമതിക്കാർ ചരക്ക് സംഭരണം കൂട്ടിയതോടെ ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 270 രൂപയിൽ നിന്നും 288 രൂപയായി ഉയർന്നു. ഷീറ്റ് ക്ഷാമവും വിലക്കയറ്റവും കണ്ട് ഒരു വിഭാഗം ഇറക്കുമതിക്കാർ ഉയർന്ന വിലയ്ക്കും പുതിയ കച്ചവടങ്ങൾക്കും നീക്കം നടത്തി. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം മറയാക്കി ടയർ വിലയിൽ പരിഷ്കാരങ്ങൾ വരുത്താനുള്ള നീക്കങ്ങൾ ടയർ കമ്പനിക്കാർ ഒരു വശത്ത് നടത്തുന്നുണ്ട്. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ കിലോ 400 യെന്നിന് മുകളിലാണെങ്കിലും റബ്ബർ സാങ്കേതികമായി ഓവർബ്രോട്ട് മേഖലയിലേക്ക് നീങ്ങുന്നത് കണ്ട് ഒരു വിഭാഗം ഓപ്പറേറ്റർമാർ ലാഭമെടുപ്പിന് നീക്കം നടത്തി. വാരത്തിൻ്റെ തുടക്കത്തിൽ 413 വരെയും കയറിയ റബ്ബർ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ 404 വരെയും ഇടിഞ്ഞു. പിന്നീട് തിരിച്ചു വരവിലാണ് 420 രൂപയിൽ എത്തിയത്. നിലവിൽ 424 യെൻ മറികടന്നാൽ 436 മുതൽ 448 യെൻ വരെയും എത്താം. അതേസമയം ഉയർന്ന തലത്തിൽ വീണ്ടും ലാഭമെടുപ്പിനുള്ള നീക്കം വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് വഴുതാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. തായ്ലൻഡിൽ കാലാവസ്ഥ തെളിഞ്ഞാൽ സ്ഥിതിഗതികളിൽ മാറ്റം സംഭവിക്കാം. ഇതിനിടയിൽ ഉയർന്ന റേഞ്ചിൽ നിന്നും ക്രൂഡ് ഓയിൽ തിരുത്തലിന് മുതിർന്നാൽ റബ്ബർ വിലയിൽ പ്രതിഫലിക്കും. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായി. വരും ദിനങ്ങളിൽ തുടർമഴയ്ക്ക് അവസരം ലഭിച്ചാൽ നിർജീവാവസ്ഥയിൽ നിലകൊള്ളുന്ന തോട്ടങ്ങളിൽ കർഷകർ ടാപ്പിങ്ങിന് ഇറങ്ങും. അതേസമയം ചരക്ക് ക്ഷാമത്തിനിടയിലും ലാറ്റക്സ് വില ഉയർത്താൻ വ്യവസായികൾ തയ്യാറാവുന്നില്ലെന്നാണ് ഒരു വിഭാഗം വ്യാപാരികളുടെ പരാതി. വ്യവസായികൾ വിപണിയിൽ സമ്മർദ്ദം സൃഷ്ടിച്ച് 155 രൂപയ്ക്ക് സ്റ്റോക്കിസ്റ്റുകളിൽ നിന്ന് ലാറ്റക്സ് കൈക്കലാക്കുന്നതായും ആക്ഷേപമുണ്ട്. കൊക്കോ വില കയറുന്നില്ല. അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊക്കോ 3.5 മാസത്തെ ഉയർന്ന വില ദർശിച്ചെങ്കിലും ഇന്ത്യൻ ചോക്ലേറ്റ് വ്യവസായികൾ ഈ വിവരം അറിഞ്ഞ ഭാവം നടിച്ചില്ല. ഉൽപ്പാദകരെ ചൂഷണം ചെയ്ത് താഴ്ന്ന വിലയ്ക്ക് ചരക്ക് കൈക്കലാക്കുന്ന നയമാണ് ചോക്ലേറ്റ് ലോബി കാഴ്ചവെക്കുന്നതെന്ന് കർഷകർ കുറ്റപ്പെടുത്തുന്നു. കൊക്കോ കിലോ 110 രൂപയിലും പരിപ്പ് 310 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. വിദേശത്തെ ഉണർവ് കണക്കിലെടുത്താൽ 360 മുകളിൽ വില വരേണ്ടതായിരുന്നു. ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ കൊക്കോ $3478 നിന്നും $4433 വരെയും കയറി. എൽ നിനോ കാലാവസ്ഥാ പ്രതിഭാസം മൂലം പശ്ചിമ ആഫ്രിക്കയിൽ അടുത്ത സീസണിൽ ഉൽപ്പാദനം കുറയുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടയിൽ കൊക്കോയുടെ കരുതൽ ശേഖരം ഉയർന്ന കണക്കുകൾ പുറത്തുവിട്ട് വിലക്കയറ്റത്തിന് തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങളും രാജ്യാന്തര തലത്തിൽ നടക്കുന്നുണ്ട്. കുരുമുളക് ഉൽപ്പാദനം കുറഞ്ഞു. സുഗന്ധവ്യഞ്ജന കറി മസാല വ്യവസായികൾ നാടൻ കുരുമുളക് ആവശ്യാനുസരണം കണ്ടെത്താനാവാതെ നട്ടം തിരിയുന്നു. കഴിഞ്ഞ 2 സീസണുകളിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപ്പാദനം കുറഞ്ഞതിനാൽ കാർഷിക മേഖലകളിൽ കരുതൽ ശേഖരം കുറവാണ്. ഉത്തരേന്ത്യൻ വ്യവസായികൾ വാരാന്ത്യം അൺഗാർബിൾഡ് കിലോ 700 രൂപയ്ക്ക് ശേഖരിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ വില ടണ്ണിന് $7750 ആണ്. നാളികേര മേഖലയ്ക്ക് തിരിച്ചടി. ദക്ഷിണേന്ത്യയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും കുറഞ്ഞു. വിദേശ അന്വേഷണങ്ങളുടെ അഭാവവും വൻകിട മില്ലുകാരിൽ നിന്ന് കൊപ്രയ്ക്ക് ഡിമാൻഡ് മങ്ങിയതും നാളികേര മേഖലയ്ക്ക് തിരിച്ചടിയായി. കാങ്കയത്ത് കൊപ്ര വില 13,600 രൂപയായി താഴ്ന്നു. വെളിച്ചെണ്ണ വില കിൻഡലിന് 20,500 രൂപയുമാണ്. കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ വിപണികളിൽ എണ്ണവില കുറഞ്ഞു. കൊച്ചിയിൽ എണ്ണവില 25,500 രൂപയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.